കണ്ണൂർ കണ്ണപുരത്തെ സ്ഫോടനം നിങ്ങൾക്കറിയാം. ഇന്ന് വെളുപ്പിന് അവിടെ ഒരു സ്ഫോടനം നടന്നു, ഒരാൾ മരിച്ചു. അതിൽ എക്സ്പ്ലോസീവ് സസ്പെൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു എന്ന് വാർത്ത വരുന്നുണ്ട്. അനൂപ് മാലിക് എന്നയാൾക്കെതിരെ ആണ്. ചേച്ചി ഓക്കെ, അനൂപ് മാലിക് എന്ന ആൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറയൂ വിവരങ്ങൾ. SKN ഇപ്പോൾ പോലീസിന്റെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ഈ സ്ഫോടനമുണ്ടായ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃതദേഹമാണിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കൂടുതൽ, അതായത് നേരത്തെ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിരുന്നത് 2 പേർ ഇവിടെ വന്നു പോകാറുണ്ട് എന്നതാണ്. അപ്പോൾ 2 പേർ ഈ സ്ഫോടന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്ന സംശയമുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പരിശോധനകൾ ആ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച്, അതായത് ആ വീട് പൂർണ്ണമായി തകർന്ന നിലയിലാണ്, മണ്ണ് നിലത്തേക്ക് പതിച്ച നിലയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ പരിശോധനകളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മുകൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഒരു മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അവിടെ ഉഗ്രശേഷിയുള്ളൊരു ശബ്ദം കേട്ടു, സ്ഫോടനമുണ്ടായി. ആ വീട്, ഇവർ താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 പേർ താമസിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളത് ഒരാൾക്കെതിരെയാണ്, അനൂപ് മാലിക്കിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇയാൾ ഇവിടെ എത്താറുണ്ടെന്നും ഇങ്ങനെ ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ഈ വീട്ടിനുള്ളിൽ വെച്ച് കൈകാര്യം ചെയ്യാറ്, നിർമ്മിക്കുന്നുൾപ്പെടെ സൂക്ഷിക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അയാൾ തന്നെയാണോ മരിച്ചതെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. കാരണം മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ വീട്, ഈ സ്ഫോടനമുണ്ടായി, അതിനു പിന്നാലെ തന്നെ ഈ വീട് പൂർണ്ണമായും തകർന്ന് നിലത്തേക്ക് പതിച്ചു. ആ വീടിനടിയിൽ പെട്ട നിലയിലായിരുന്നു ഈ മരിച്ച ആൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഏറെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് പുറത്തേക്ക് ഈ മൃതദേഹം എടുക്കുകയും ചെയ്തത്. കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി അത്തരം പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇത് ഈ പടക്ക നിർമ്മാണമാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉഗ്രശേഷിയുള്ള എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളാണോ ഇവിടെ നിർമ്മിച്ചത് എന്നതാണ് അറിയേണ്ടത്. ഇനി ഇപ്പോൾ പടക്കമാണെങ്കിൽ പോലും വീട്ടിനുള്ളിൽ പടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഉണ്ടാവില്ല. ഈ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും, പക്ഷേ നിർമ്മാണത്തിനുള്ള അനുമതി ഉണ്ടാവില്ല. അപ്പോൾ അനധികൃതമായ നിർമ്മാണമായിരിക്കും. ഇനിയിപ്പോൾ പടക്കമാണെന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. നാട്ടുകാരൊക്കെ അവർ പറയുന്നതനുസരിച്ച് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടാകും. അതിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഒരാൾക്കെതിരെ, അനൂപ് മാലിക്കിനെതിരെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അയാൾ നേരത്തെയും ഈ സ്ഫോടന കേസിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനിടെയുള്ള കേസിൽ പ്രതിയാണ്. 2016 പുഴാതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിൽ വെച്ചുണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ഈ അനൂപിന് തന്നെ ബന്ധുക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ കേസിലും അയാൾ പ്രതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മരിച്ച ആളുടെ വിവരങ്ങൾ, അതോടൊപ്പം ഇത് എന്ത് സ്ഫോടക വസ്തുവാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അല്പസമയത്തിനൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.